എവിടെ തിരിഞ്ഞാലും വിഷൻ ബോർഡല്ലേ. അപ്പം നമുക്കൊരു വിഷൻ ബോർഡ് സെറ്റാക്കിയാലോ? എന്താ ഈ വിഷൻ ബോർഡെന്ന് വെച്ചാൽ, നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ കാണുന്ന രീതിയിൽ, ഇപ്പോൾ നമ്മൾ ഡിജിറ്റലായിട്ടോ അല്ലെങ്കിൽ അല്ലാണ്ട് നമ്മളിതിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് നമ്മളൊരു പേസ്റ്റ് ചെയ്ത് നമ്മുടെ റൂമിൻ്റെ വാളിലോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് വിഷൻ ബോർഡ്. നമുക്ക് കാണാൻ പറ്റുന്ന, നമുക്ക് കാണുമ്പോൾ നമുക്കത് ചെയ്യണം, എനിക്കത് ചെയ്യാനുണ്ടെന്ന് തോന്നണം എപ്പോഴും, എങ്കിലേ നമുക്കതിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത് ക്യാൻവ ആപ്പിലാണ്. ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൽ വിഷൻ ബോർഡ് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഇത് കാണാൻ പറ്റും. അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരെണ്ണം സെലക്ട് ചെയ്യണം. ഒരുപാട് വിഷൻ ബോർഡ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഞാനിങ്ങനെ സെർച്ച് ചെയ്യുവാണേ. നമുക്ക് ഇഷ്ടപ്പെട്ടതേ ഒരെണ്ണം കിട്ടി, അത് ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മടിയൊക്കെ പിടിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു വിഷൻ ബോർഡ് റെഡിയാക്കാൻ പറ്റും. പെട്ടെന്ന് ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ അതിലുള്ള ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഡിലീറ്റ് ഇമേജാണ് കൊടുക്കുന്നത്. ഡിലീറ്റ് ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് പോകും. അപ്പോൾ ഡിലീറ്റ് ഇമേജ് കൊടുക്കുക. ഡിലീറ്റ് ഇമേജ് കൊടുത്തതിന് ശേഷം നമ്മൾ ഗാലറിയിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പിക്ചേഴ്സ് ഇതിലോട്ട് ആഡ് ചെയ്യും. ഇപ്പോൾ ഇതിൽ ഉള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത പിക്ചേഴ്സ് ഇതിലുണ്ടെങ്കിൽ നമുക്കതവിടെ തന്നെ വെച്ചിരിക്കാം. പിന്നെ ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നതിൻ്റെ താഴെ ഒരു പേരുണ്ടായിരുന്നു, അത് നമുക്ക് റിമൂവ് ചെയ്യണം. അത് മാറ്റിയിട്ട് ഞാൻ അവിടെ 2026 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ അതുപോലെ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ കുറച്ച് ഫോട്ടോസൊക്കെ പിൻട്രസ്റ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിലെ ഫോട്ടോസ് ഞാൻ സെലക്ട് ചെയ്യുവാണ്, ഒരുമിച്ച് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് നമ്മുടെ ക്യാൻവയിലോട്ട് വരും. ക്യാൻവയിൽ നിന്ന് നമ്മൾ ഈ എല്ലാ ഫോട്ടോസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് വിഷൻ ബോർഡിൽ അതിൻ്റെ പിക്ചേഴ്സ് എല്ലാം വരും. ആ പിക്ചേഴ്സ് എല്ലാം കൂടി നമ്മൾ ഓരോ ഫ്രെയിമിലോട്ട് കറക്റ്റ് എടുത്ത് വെച്ച് കൊടുത്താൽ അവിടെ ഓക്കെ ആയിട്ടിരിക്കും. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഓരോ ഫോട്ടോസ് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നുണ്ട്, ഓരോ ഫോട്ടോസ് ഫ്രെയിമിലോട്ടാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓരോ ഫോട്ടോസ് നമ്മൾ ഓരോ ഫ്രെയിമിലാക്കി സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താനാണെങ്കിൽ ചെറുതോ വലുതോ ആക്കിയൊക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വിഷൻ ബോർഡ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക.